നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയ ഉയർന്ന പോളിംഗ് ശതമാനം മുന്നണികളെ ഒരേപോലെ ആശങ്കയിലും ആവേശത്തിലും ആക്കുകയാണ്. അന്തിമ കണക്കിനിയും വരാനിരിക്കെ 78.6% പേർ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തി എന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ. 2021 75.75% നിന്ന് 3% വർധനവുണ്ടായത് കേവലം ഒരു പോളിംഗ് വർധനവായി മാത്രം കാണാൻ കഴിയില്ല. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലും നിർണായക രാഷ്ട്രീയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്ന മേഖലകളിലും ജനങ്ങൾ കൂട്ടത്തോടെ എത്തിയത് പോളിംഗ് കണക്കുകളിൽ പ്രതിഫലിച്ചു എന്നാണ് വിലയിരുത്തൽ. പോളിംഗ് വർധനവിന് കൃത്യമായ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് പരിശോധിച്ചാൽ ഇത്തവണത്തെ വർധനവിന്റെ പ്രാധാന്യം വ്യക്തമാകും. പോളിംഗ് ശതമാനത്തിലെ ഉയർച്ചതാഴ്ചകൾ ചൂണ്ടിക്കാട്ടി ഫലപ്രവചനം നടത്തുന്ന രീതി എല്ലാ കാലത്തും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. അതായത് പോളിംഗ് കൂടിയാൽ UDFന്, കുറഞ്ഞാൽ LDFന് എന്നതാണ് പൊതുവായി ഇവിടെ പറയപ്പെടുന്ന ഒരു കാര്യം. എന്നാൽ അതിലൊട്ടും കാര്യമില്ലെന്ന കണക്കുകളാണ് സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ കണ്ടെത്താനാകുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ 5 വർഷം കൂടുമ്പോൾ ഭരണം മാറുന്ന രീതി 2021 തിരുത്തി എഴുതപ്പെട്ടിരുന്നു. 140 മണ്ഡലങ്ങളിൽ നടക്കുന്ന ഈ പോരാട്ടത്തിൽ ഭരണ തുടർച്ചയുടെ 3ാം അംഗത്തിനായി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പട ഒരുക്കിയപ്പോൾ അധികാരം തിരിച്ചുപിടിക്കാൻ ഉറച്ച് സതീശന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയും കളം നിറഞ്ഞിരുന്നു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ദേശീയ നേതാക്കളെ അടക്കം വലിയ തോതിൽ പ്രചരണത്തിന് സജീവമാക്കി NDAയും നിറഞ്ഞു നിന്നു. ഉയർന്ന പോളിംഗ് സാധാരണയായി UDFന് അനുകൂലമാണെന്നൊരു വിശ്വാസം കേരളത്തിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ രാവിലെ മുതൽ സതീശൻ വീണ്ടും ഡയലോഗുകൾ അടിച്ചിറക്കുന്നത്. എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ അത് എപ്പോഴും ശരിയായിട്ടില്ലെന്ന് കാണാം. ഉദാഹരണത്തിന് റെക്കോർഡ് പോളിംഗ് നടന്ന 1987 പോളിംഗ് ഏറ്റവും കുറഞ്ഞ 1996 ഇടതുമുന്നണിയാണ് അധികാരത്തിൽ വന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം പോളിംഗ് ശതമാനത്തിലെ ഈ വർധനവ് വലിയ ആത്മവിശ്വാസമാണ് അവർക്ക് നൽകുന്നത്. താഴെത്തട്ടിൽ ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നാണ് അവർ കണക്കുകൂട്ടുന്നത്. എന്നാൽ LDF ഈ വാദങ്ങളെ തള്ളിക്കളയുകയാണ്. തങ്ങളുടെ കേഡർ വോട്ടുകളെല്ലാം കൃത്യമായി പോൾ ചെയ്തിട്ടുണ്ടെന്നും കഴിഞ്ഞ തവണത്തെ അതേ വോട്ടിംഗ് പാറ്റേൺ ആണ് ഇത്തവണയും തുടർന്നത് എന്നുമാണ് അവരുടെ അവകാശം. അതേസമയം BJP ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ്. തിരുവനന്തപുരത്ത് നേമത്തും കഴക്കൂട്ടത്തും വിജയിക്കാനാകുമെന്നും കൊല്ലത്തെ ചാത്തന്നൂരും കരുനാഗപ്പള്ളിയും തങ്ങൾക്ക് അനുകൂലമാകുമെന്നും BJP കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നു. പാലക്കാട് അടക്കം ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിലെല്ലാം ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത് തങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണെന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടെ നടന്ന 9 നിയമസഭാ ഇലക്ഷനിലും പോളിംഗ് 70% മേലെയാണ്. 82 മുതൽ 2021 വരെ 4 തവണ UDFും 5 തവണ LDFും അധികാരം നേടി. ഈ കാലയളവിൽ ഏറ്റവും കൂടിയ പോളിംഗ് ഉണ്ടായത് 1987 അന്ന് 80.54% വോട്ടർമാരാണ് പോളിംഗ് ബൂത്തിലെത്തിയത്. 4 പതിറ്റാണ്ടിലെ റെക്കോർഡ് പോളിംഗും ഇതാണ്. 96 ഏറ്റവും കുറവ് 71.16%. എന്നാൽ 87 96 ഇടതുമുന്നണിയാണ് അധികാരം നേടിയത്. 2011 16 പോളിംഗ് 75% പിന്നിട്ടിരുന്നു. 77.3% പോളിംഗ് നടന്ന 2016 LDF തന്നെയാണ് അധികാരം നേടിയത്. ഇത്തവണത്തെ പോളിംഗ് ശതമാനത്തിലെ വർധനവിൽ വലിയ അത്ഭുതത്തിന് വകയില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് SIR ആണ്. ഇരട്ടിപ്പുകളും ഒഴിവാക്കലുകളും കഴിഞ്ഞ ശേഷം സംസ്ഥാനത്ത് നടക്കുന്ന ആദ്യത്തെ ബലപരീക്ഷണമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. മരണപ്പെട്ടവരെ അടക്കം ഒഴിവാക്കിയുള്ള വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം ഉയരുന്നത് സ്വാഭാവികമാണെന്നാണ് പറയുന്നത്. പുതിയ വോട്ടർ പട്ടികയിലെ വോട്ട് സമവാക്യങ്ങൾ ആരെ തുണക്കുമെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്തായാലും 1987 ശേഷം സംസ്ഥാനത്തുണ്ടായ ഏറ്റവും ഉയർന്ന പോളിംഗ് നിരക്കാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്തിന്റെ വോട്ടിംഗ് ചരിത്രത്തിൽ ഇതിനു മുമ്പ് 3 തവണ മാത്രമാണ് ഇതിനേക്കാൾ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അന്തിമ കണക്കുകൾ വരുമ്പോൾ ഇനിയും മാറ്റത്തിന് സാധ്യതയുള്ളതിനാൽ ഇത്തവണത്തെ പോളിംഗ് നിരക്ക് ഇനിയും ഉയരാനാണ് സാധ്യത. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും പോളിംഗ് ഉയർന്നത് UDFന് പ്രതീക്ഷ നൽകുന്നുണ്ട്. മലബാർ മേഖലയിലെ ലീഗ് കോട്ടകളിൽ രേഖപ്പെടുത്തിയ ഉയർന്ന ശതമാനം UDF തരംഗത്തിന്റെ ഒരു സൂചനയായി അവർ കാണുന്നു. എന്നാൽ തീരദേശ മേഖലകളിലും തെക്കൻ കേരളത്തിലും പോളിംഗിലുണ്ടായ സ്ഥിരത തങ്ങൾക്ക് അനുകൂലം ആകുമെന്നാണ് LDF ക്യാമ്പിലെ കണക്കുകൂട്ടൽ. ക്ഷേമ പെൻഷനുകൾ, വിലക്കയറ്റം, ക്രമസമാധാന നില തുടങ്ങിയ വിഷയങ്ങളിൽ സ്ത്രീ വോട്ടർമാർ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നത് ഭരണ തുടർച്ച നിശ്ചയിക്കുന്നതിൽ ഏറെ നിർണായകമാകും. ഉയർന്ന പോളിംഗ് സാധാരണയായി മാറ്റത്തിന്റെ സൂചനയായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണാറുള്ളതെങ്കിലും കേരളത്തിലെ അടിയൊഴുക്കുകൾ പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലാണ്. വികസന മുദ്രാവാക്യങ്ങൾ വോട്ടായി മാറിയോ അതോ വിവാദങ്ങൾ തിരിച്ചടിച്ചോ എന്നറിയാൻ മെയ് 4 വരെ കാത്തിരിക്കേണ്ടി വരും.